നമ്മൾ ഇവിടെ അഴിച്ചു വെച്ചിട്ടുള്ള ഈ V8 സൗണ്ട് കാർഡിൻ്റെ ബാക്കപ്പ് സമയം അത് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. എന്നാൽ ആ കാര്യങ്ങളെക്കുറിച്ച് അടുത്ത എപ്പിസോഡ് വീഡിയോയിൽ വിശദമായി സംസാരിക്കാം എന്ന് പറഞ്ഞാണ് ഈ വീഡിയോ സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് വീഡിയോ അത് നമ്മൾ വൈൻഡപ്പ് ചെയ്തത്. അതിനാൽ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മളിവിടെ അഴിച്ചു വെച്ചിട്ടുള്ള ഈ V8 സൗണ്ട് കാർഡിൻ്റെ ബാക്കപ്പ് സമയം അത് നമ്മുടെ ഇഷ്ടാനുസരണം എങ്ങനെയാണ് വർദ്ധിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ചും നമ്മളിവിടെ അഴിച്ചു വെച്ചിട്ടുള്ള ഈ V8 സൗണ്ട് കാർഡിലേക്ക് ഈ പഴയ ബാറ്ററിക്ക് പകരം പുതിയൊരു ബാറ്ററി ഫിറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ പുതിയൊരു ബാറ്ററി നമ്മൾ ഈ V8 സൗണ്ട് കാർഡിലേക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ മനസ്സിലാക്കാം. ഇതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് ചെയ്യുന്ന ഈ വീഡിയോ. ഇനി നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക് ടു ഗാമ റേസ്. ഇനി നമ്മൾ ഇവിടെ അഴിച്ചു വെച്ചിട്ടുള്ള ഈ V8 സൗണ്ട് കാർഡിൻ്റെ ബാക്കപ്പ് സമയം അത് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് നമുക്കിനി വിശദമായി നോക്കാം. ഈ V8 സൗണ്ട് കാർഡിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള ഈ ഒരു ബാറ്ററിയുടെ mAh അത് 1200 mAh ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് നമുക്കിവിടെ ബാറ്ററിയുടെ mAh അത് 1200 mAh ആണെന്ന് എഴുതാം. ആയിരത്തി 200 mAh വരുന്ന ഈ ഒരു ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ V8 സൗണ്ട് കാർഡിൻ്റെ ബാക്കപ്പ് സമയം അത് 3 മണിക്കൂർ ആണെന്ന് നമുക്ക് ഇതിനകം മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ V8 സൗണ്ട് കാർഡിൻ്റെ ബാക്കപ്പ് സമയം അത് 3 മണിക്കൂർ ആണെന്ന് നമുക്ക് ഇവിടെ രേഖപ്പെടുത്താം. ബാക്കപ്പ് ടൈം 3 hours. ഈ V8 സൗണ്ട് കാർഡിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള ബാറ്ററിയുടെ mAh അത് നമുക്ക് അറിയാം 1200 mAh ആണെന്ന്. അതുപോലെ തന്നെ ഈ V8 സൗണ്ട് കാർഡിൻ്റെ ബാക്കപ്പ് സമയം അത് 3 മണിക്കൂർ ആണെന്നും നമുക്ക് ഇതിനകം മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ V8 സൗണ്ട് കാർഡ് 1 മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ എത്ര മില്ലി ആംപിയർ വൈദ്യുതി ചിലവാകും എന്ന കാര്യം നമുക്ക് ഫിസിക്സിലെ ഒരു ഫോർമുല ഉപയോഗിച്ച് വളരെ സിമ്പിളായി കണ്ടെത്താൻ സാധിക്കും. ആ ഫോർമുല ഞാനിവിടെ എഴുതാം. മില്ലി ആംപിയർ ഈക്വൽ ടു മില്ലി ആംപിയർ ഇൻറ്റു ഹവേഴ്സ് ഡിവൈഡഡ് ബൈ ഹവേഴ്സ്. ഞാനിവിടെ എഴുതിയ ഫോർമുല അത് വാക്കുകളിൽ
നമുക്ക് മറ്റൊരു രീതിയിലും എഴുതാൻ സാധിക്കും. അത് ഇങ്ങനെയാണ്. കറണ്ട് ബ്രാക്കറ്റിൽ മില്ലി ആംപിയർ ഈക്വൽ ടു കപ്പാസിറ്റി ബ്രാക്കറ്റിൽ mAh അഥവാ മില്ലി ആംപിയർ ഇൻറ്റു അവേഴ്സ്. ഡിവൈഡ് ബൈ ടൈം ബ്രാക്കറ്റിൽ അവേഴ്സ്, അതിനെ ചുരുക്കിയിട്ട് നമ്മൾ ചെറിയ അക്ഷരത്തിൽ H എന്ന അക്ഷരം എഴുതുന്നു. ഇവിടെ അടിയിൽ എഴുതിയിട്ടുള്ള അതേ ഫോർമുല തന്നെയാണ് മുകളിൽ എഴുതിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ അടിയിൽ എഴുതിയിട്ടുള്ള ഈ ഫോർമുല ഒന്നുകൂടി സിമ്പിളായിട്ടാണ് നമ്മളിവിടെ മുകളിൽ എഴുതിയ ഫോർമുല നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അടിയിൽ എഴുതിയിട്ടുള്ള ഈ ഫോർമുല അത് ഒന്നുകൂടി ലഘൂകരിച്ച് നമുക്ക് ഈ രൂപത്തിൽ തന്നെ എടുക്കാം. മില്ലി ആംപിയർ ഈക്വൽ ടു മില്ലി ആംപിയർ ഇൻറ്റു അവേഴ്സ് ഡിവൈഡ് ബൈ അവേഴ്സ്. ഞാൻ ഇവിടെ എഴുതിയ ഈ ഫോർമുല അത് നിങ്ങൾക്ക് വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ V8 സൗണ്ട് കാർഡ് അത് 1 മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ എത്ര മില്ലി ആംപിയർ വൈദ്യുതി ചിലവാകും എന്ന് നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് വളരെ സിമ്പിളായി കണ്ടെത്താൻ സാധിക്കും. ഇവിടെ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ V8 സൗണ്ട് കാർഡിൽ ഉപയോഗിച്ചിട്ടുള്ള ബാറ്ററിയുടെ mAh അത് 1200 mAh ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ V8 സൗണ്ട് കാർഡിന് ബാക്കപ്പ് സമയം അത് 3 മണിക്കൂർ ആണെന്നും നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നിലവിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ V8 സൗണ്ട് കാർഡ് 1 മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ എത്ര മില്ലി ആംപിയർ വൈദ്യുതി ചിലവാകും എന്ന് നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് വളരെ സിമ്പിളായി കണ്ടെത്താൻ സാധിക്കും. അത് എങ്ങനെയാണെന്ന് ഇനി വിശദീകരിക്കാം. മില്ലി ആംപിയർ ഈക്വൽ ടു മില്ലി ആംപിയർ ഇൻറ്റു അവേഴ്സ് ഡിവൈഡഡ് ബൈ അവേഴ്സ്. നമുക്ക് ഇനി ഈ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ നിലവിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ V8 സൗണ്ട് കാർഡ് അത് 1 മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ എത്ര മില്ലി ആംപിയർ വൈദ്യുതി ചിലവാകും എന്ന് കണ്ടെത്താം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇവിടെ നിങ്ങൾ ആദ്യം ഇവിടെ കാണുന്ന MA അഥവാ മില്ലി ആംപിയർ എന്നത് താഴോട്ട് എഴുതുക. ഇനി ഇവിടെ കാണുന്ന ഈക്വൽ ടു അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഇവിടെ വരുന്നത് mAh അഥവാ മില്ലി ആംപിയർ ഇൻറ്റു അവേഴ്സ് എന്നാണ് വരുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്ന mAh അഥവാ മില്ലി ആംപിയർ ഇൻറ്റു അവേഴ്സ് എന്നത് അത് ഈ V8 സൗണ്ട് കാർഡിനെ
സംബന്ധിച്ച് ഈ V8 സൗണ്ട് കാർഡിൽ ഉപയോഗിച്ചിട്ടുള്ള ബാറ്ററിയുടെ mAh അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന mAh എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഈ ബാറ്ററിയുടെ mAh 1200 mAh ആയതുകൊണ്ട് നമുക്കിവിടെ mAh അതിൻ്റെ സ്ഥാനത്ത് 1200 mAh എന്ന് എഴുതാം. ഇനി mAhന് ശേഷം ഇവിടെ ഡിവൈഡഡ് ബൈ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് 1200 mAh എന്ന് എഴുതിയ ശേഷം ഇതിൻ്റെ അടിയിൽ നമുക്ക് ഇതുപോലെ ഒരു ഡിവൈഡ് ബൈ ഇട്ട് കൊടുക്കാം. ഇനി ഫോർമുല അനുസരിച്ച് നമുക്ക് ഇവിടെ അവേഴ്സ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്ന അവേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ബാറ്ററിയുടെ ബാക്കപ്പ് സമയത്തെയാണ്. ഇവിടെ ഈ V8 സൗണ്ട് കാർഡിനെ സംബന്ധിച്ച് ഈ V8 സൗണ്ട് കാർഡിൻ്റെ ബാക്കപ്പ് സമയം അത് 3 മണിക്കൂർ ആണെന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് അവേഴ്സിൻ്റെ സ്ഥാനത്ത് നമുക്കിവിടെ 3 എന്ന് എഴുതാം. ഈ 3 എന്നത് അത് അവേഴ്സാണ്. അതുകൊണ്ട് നമുക്കിവിടെ H എന്ന് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പായി നമ്മളിവിടെ MA അഥവാ മില്ലി ആംപിയർ എന്നത് വീണ്ടും താഴോട്ട് എഴുതുക. ഇനി ഇവിടെ കാണുന്ന സീക്വൽ ടു എന്നത് അത് ഇവിടെ ഇട്ട് കൊടുക്കുക. ഇനി ചെയ്യേണ്ടത് 1200നെ 3 കൊണ്ട് ഹരിക്കുക. 1200നെ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്നത് 400 എന്ന് ആയിരിക്കും. ഈ 400 എന്നത് അത് ഇവിടെ MA അഥവാ മില്ലി ആംപിയർ ആണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് 400 MA എന്ന് എഴുതാം. അതിനുശേഷം ഇതുപോലെ 2 വരയും വരച്ചു കൊടുക്കുക. ഇവിടെ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന V8 സൗണ്ട് കാർഡ് അതിൽ വന്നിട്ടുള്ള ബാറ്ററിയുടെ mAh അത് 1200 mAh ആണെന്ന് നമുക്ക് അറിയാം. അതുപോലെ തന്നെ ഈ V8 സൗണ്ട് കാർഡിൻ്റെ ബാക്കപ്പ് സമയം അത് 3 മണിക്കൂർ ആണെന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ V8 സൗണ്ട് കാർഡ് അത് 1 മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ 400 മില്ലി ആംപിയർ വൈദ്യുതി ചിലവാകും എന്ന് നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് വളരെ സിമ്പിളായി കണ്ടെത്താൻ സാധിച്ചു. നിങ്ങൾക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് നിങ്ങൾ നിലവിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ബാറ്ററി ചാർജ് ചെയ്ത് പിന്നീട് ആ ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആ ഉപകരണത്തിൽ വന്നിട്ടുള്ള ബാറ്ററിയുടെ mAhഉം അതുപോലെ തന്നെ ഉപകരണത്തിൻ്റെ ബാക്കപ്പ് സമയം അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫോർമുല ഉപയോഗിച്ച് നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആ ഉപകരണം 1 മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ എത്ര മില്ലി ആംപിയർ വൈദ്യുതി ചിലവാകും എന്ന് ഈ ഫോർമുല ഉപയോഗിച്ച് വളരെ സിമ്പിളായി കണ്ടെത്താൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിനി നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ വിഷയം എന്നത് നമ്മൾ നിലവിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന V8 സൗണ്ട് കാർഡിൻ്റെ ബാക്കപ്പ് സമയം അത് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നതാണ് നമ്മുടെ ചോദ്യം. ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് വളരെ സിമ്പിളായി കണ്ടെത്താൻ സാധിക്കും. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി നോക്കാം. ഈ V8 സൗണ്ട് കാർഡിന് തുടർച്ചയായി
5 മണിക്കൂർ ബാക്കപ്പ് സമയം കിട്ടാൻ വേണ്ടി ഈ V8 സൗണ്ട് കാർഡിൽ ഉപയോഗിച്ചിട്ടുള്ള 1200 mAh വരുന്ന ഈ ബാറ്ററിക്ക് പകരം എത്ര mAh വരുന്ന ബാറ്ററി ഈ V8 സൗണ്ട് കാർഡിൽ ഉപയോഗിക്കണം? ഇത് നമുക്ക് എങ്ങനെ സയൻറ്റിഫിക്കായി കണ്ടെത്താൻ സാധിക്കും? ഇതിനെക്കുറിച്ച് നമുക്കിനി വിശദമായി നോക്കാം. ഒരു ഉപകരണത്തിന് ഇത്ര മണിക്കൂർ ബാക്കപ്പ് സമയം കിട്ടണമെങ്കിൽ ആ ഉപകരണത്തിൽ ഇത്ര mAh വരുന്ന ബാറ്ററി തന്നെ ഉപയോഗിക്കണം എന്ന് ഫിസിക്സിലെ 2 ഫോർമുല ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിളായി കണ്ടെത്താൻ സാധിക്കും. ആ 2 ഫോർമുലയെക്കുറിച്ച് ഇനി വിശദമായി പറയാം. ഒന്നാമത്തെ ഫോർമുല വരുന്നത് Q = I × T എന്നതാണ്. ഇനി രണ്ടാമത്തെ ഫോർമുല എന്നത് mAh = ma × ഹവേഴ്സ് എന്നതാണ്. ഈ 2 ഫോർമുലയും ഉപയോഗിച്ച് നമുക്ക് ഒരു ഉപകരണത്തിൽ എത്ര mAh വരുന്ന ബാറ്ററി ഉപയോഗിക്കണം എന്ന് കൃത്യമായി കണ്ടെത്താൻ സാധിക്കും. അതിനെക്കുറിച്ച് നമുക്കിനി വിശദമായി നോക്കാം. ഈ V8 സൗണ്ട് കാർഡിന് തുടർച്ചയായി 5 മണിക്കൂർ ബാക്കപ്പ് സമയം കിട്ടാൻ ഈ V8 സൗണ്ട് കാർഡിൽ എത്ര mAh വരുന്ന ബാറ്ററി അത് ഉപയോഗിക്കണം എന്ന് നമുക്ക് നമ്മളിവിടെ എഴുതിയ ആദ്യത്തെ ഫോർമുല ഉപയോഗിച്ച് നമുക്കൊന്ന് കണ്ടെത്താം. ഇത് ഒന്നാമത്തെ ഫോർമുലയാണ്, ഇത് രണ്ടാമത്തെ ഫോർമുലയാണ്. നമുക്ക് ആദ്യം ഈ ഫോർമുല ഉപയോഗിച്ച് നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ കണ്ടെത്താം. Q = I × T. ഇവിടെ എഴുതിയ Q എന്ന അക്ഷരം ഇലക്ട്രിക്കൽ ചാർജിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ്. എന്നാൽ ഒരു ബാറ്ററിയുടെ mAh കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഈ ഫോർമുല ഉപയോഗിക്കുമ്പോൾ ഇവിടെ എഴുതിയ Q എന്ന അക്ഷരം അത് സൂചിപ്പിക്കുന്നത് ആ ബാറ്ററിയുടെ ടോട്ടൽ ചാർജ് അഥവാ mAh-നെയാണ് അത് സൂചിപ്പിക്കുന്നത്. I എന്ന അക്ഷരം അത് സൂചിപ്പിക്കുന്നത് കറണ്ടിനെയാണ്. ഇവിടെ ഒരു ബാറ്ററിയുടെ mAh കണ്ടെത്തുന്ന സാഹചര്യത്തിൽ I എന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് അത് മില്ലി ആംപിയറിനെയാണ്. ഇനി T എന്ന അക്ഷരം അത് സൂചിപ്പിക്കുന്നത് അത് സമയത്തെയാണ്. അഥവാ ബാറ്ററിയുടെ mAh കണ്ടെത്തുന്ന സാഹചര്യത്തിൽ T എന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് ബാക്കപ്പ് സമയത്തെയാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ V8 സൗണ്ട് കാർഡിന് 5 മണിക്കൂർ ബാക്കപ്പ് സമയം കിട്ടാൻ എത്ര mAh വരുന്ന ബാറ്ററി ഉപയോഗിക്കണം എന്ന് നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് കണ്ടെത്താം. ഇവിടെ Q = എന്നത് താഴോട്ട് എഴുതുക. I എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത് കറണ്ടിനെയാണ്. ഇവിടെ ബാറ്ററിയുടെ mAh കണ്ടെത്തുന്ന സാഹചര്യത്തിൽ I എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത് മില്ലി ആംപിയറിനെയാണ്. അതായത് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ V8 സൗണ്ട് കാർഡ് അത് 1 മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ എത്ര മില്ലി ആംപിയർ വൈദ്യുതി ചിലവാകും എന്ന കാര്യത്തെയാണ് ഇവിടെ എഴുതിയ I എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ V8 സൗണ്ട് കാർഡ് അത്
1 മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ 400 മില്ലി ആംപിയർ വൈദ്യുതി ചിലവാകും എന്ന് നമുക്ക് നേരത്തെ തന്നെ കണ്ടെത്താൻ സാധിച്ചു. അതുകൊണ്ട് ഐൻ്റെ സ്ഥാനത്ത് 400 മില്ലി ആംപിയർ എന്ന് എഴുതുക. അതിനുശേഷം ഈ സൈഡിലും ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. ഇനി ഇവിടെ കാണുന്ന ഇൻറ്റു മാർക്ക്, അതായത് ഐന് ശേഷം ഇൻറ്റു മാർക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ 400 mA എന്ന് എഴുതിയതിനു ശേഷം ഇവിടെ കാണുന്ന ഇൻറ്റു മാർക്ക് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഫോർമുല അനുസരിച്ച് ടി ആണ് വരുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്ന ടി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അത് ബാക്കപ്പ് സമയത്തെയാണ്. ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബാക്കപ്പ് സമയം എന്നത് അത് 5 മണിക്കൂർ ആണല്ലോ. അതുകൊണ്ട് ടീൻ്റെ സ്ഥാനത്ത് 5 hours എന്ന് എഴുതുക. നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന V8 സൗണ്ട് കാർഡിന് 10 മണിക്കൂറാണ് ബാക്കപ്പ് സമയം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങളവിടെ ഇവിടെ എഴുതിയ 5ന് പകരം 10 എന്നാണ് എഴുതേണ്ടത്. ഇനി നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന V8 സൗണ്ട് കാർഡിന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഉപകരണത്തിന് 24 മണിക്കൂർ ബാക്കപ്പ് സമയം കിട്ടണം എന്നാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇവിടെ എഴുതിയ 5ന് പകരം 24 എന്നാണ് എഴുതേണ്ടത്. ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബാക്കപ്പ് സമയം എത്രയാണോ ആ സംഖ്യയാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് Q = എന്ന് ഇവിടെ എഴുതുക. അതിനുശേഷം 400നെ 5 കൊണ്ട് ഗുണിക്കുക. 400നെ 5 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 2000 എന്ന് ലഭിക്കും. ഈ 2000 എന്നത് അത് മില്ലി ആംപിയർ ഇൻറ്റു അവേഴ്സ് എന്നാണ് വരുന്നത്. അതായത് 2000 എന്നത് mAh ആണ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ V8 സൗണ്ട് കാർഡ്, ഈ V8 സൗണ്ട് കാർഡിന് 5 മണിക്കൂർ ബാക്കപ്പ് സമയം കിട്ടണമെങ്കിൽ നമ്മൾ ഈ V8 സൗണ്ട് കാർഡിൽ 2000 mAh വരുന്ന ഒരു ബാറ്ററി ഉപയോഗിക്കണം എന്ന് നിങ്ങൾക്ക് സിമ്പിളായി ഈ ഫോർമുല വഴി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് ആൻസർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അടിയിൽ 2 വരയും വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ എഴുതിയ രണ്ടാമത്തെ ഫോർമുല ഉപയോഗിച്ച് നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ നമുക്കൊന്ന് കണ്ടെത്താം. രണ്ടാമത്തെ ഫോർമുല വരുന്നത് mAh = mA ഇൻറ്റു hours എന്നതാണ്. mAh എന്നത് താഴോട്ട് എഴുതാം. ഇവിടെ എഴുതിയ mA എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ V8 സൗണ്ട് കാർഡ് ഇത് 1 മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ ചിലവാകുന്ന കറണ്ട്, ആ കറണ്ടിനെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ V8 സൗണ്ട് കാർഡ് അത് 1 മണിക്കൂർ ഉപയോഗിക്കാൻ 400 മില്ലി ആംപിയർ വൈദ്യുതി ചിലവാകുന്നുണ്ട് എന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് mA എന്നതിൻ്റെ സ്ഥാനത്ത് നമുക്ക് 400 mA എന്ന് എഴുതാം.
ഇനി ഇവിടെ കാണുന്ന ഇൻറ്റു മാർക്ക് അത് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഇൻറ്റു മാർക്കിന് ശേഷം അവേഴ്സ് എന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ച അവേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ബാക്കപ്പ് സമയത്തെയാണ്. നമ്മുടെ ആഗ്രഹം നമ്മൾ നിലവിൽ ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്ന ഈ V8 സൗണ്ട് കാർഡിന് 5 മണിക്കൂർ തുടർച്ചയായിട്ട് ബാക്കപ്പ് സമയം കിട്ടണം എന്നാണല്ലോ. അതുകൊണ്ട് അവേഴ്സിൻ്റെ സ്ഥാനത്ത് നമുക്കിവിടെ 5 അവേഴ്സ് എന്ന് എഴുതാം. ഇനി നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന V8 സൗണ്ട് കാർഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഉപകരണം അതിന് ഒരു 24 മണിക്കൂർ സമയമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബാക്കപ്പ് സമയമെങ്കിൽ 5ന് പകരം ഇവിടെ 24 എന്നാണ് എഴുതേണ്ടത്. ഒരു 2 മണിക്കൂറാണ് ബാക്കപ്പ് സമയം നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ 5ന് പകരം 2 എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബാക്കപ്പ് സമയം എത്രയാണോ അതാണ് എഴുതേണ്ടത്. ഇനി അടുത്ത സ്റ്റെപ്പായി MAH എന്നത് വീണ്ടും താഴോട്ട് എഴുതാം. അതിനുശേഷം 400നെ 5 കൊണ്ട് ഗുണിക്കുക. 400നെ 5 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 2000 എന്ന് ലഭിക്കും. ഈ 2000 എന്നത് അത് MAH ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമുക്കിവിടെ 2000 MAH എന്ന് എഴുതാം. ഇതാണ് ആൻസർ എന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് അടിയിൽ 2 വരയും വരച്ചു കൊടുക്കാം. അതായത് നമ്മൾ നിലവിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ V8 സൗണ്ട് കാർഡിൽ 1200 mAh വരുന്ന ബാറ്ററി ഉപയോഗിച്ചത് കൊണ്ട് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ V8 സൗണ്ട് കാർഡിന് ഏകദേശം 3 മണിക്കൂറാണ് ബാക്കപ്പ് സമയം കിട്ടുന്നത് എന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ V8 സൗണ്ട് കാർഡിൽ വന്നിട്ടുള്ള 1200 mAh വരുന്ന ഈ ബാറ്ററി ഒഴിവാക്കി ഈ ബാറ്ററിക്ക് പകരം 2000 mAh വരുന്ന ഒരു ബാറ്ററി ഈ V8 സൗണ്ട് കാർഡിൽ ഉപയോഗിച്ചാൽ ഈ V8 സൗണ്ട് കാർഡിൻ്റെ ബാക്കപ്പ് സമയം 5 മണിക്കൂർ ആക്കിയെടുക്കാൻ സാധിക്കുമെന്ന് നമുക്ക് ഈ ഫോർമുല വഴിയും അതുപോലെ തന്നെ ഈ ഫോർമുല വഴിയും നമുക്ക് വളരെ നിസ്സാരമായി കണ്ടെത്താൻ സാധിക്കും. ഇത് കൂടാതെ നിങ്ങൾ നിലവിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന V8 സൗണ്ട് കാർഡിൻ്റെ ബാക്കപ്പ് സമയം അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഈ ഫോർമുല വഴിയും അതുപോലെ തന്നെ ഈ ഫോർമുല വഴിയും നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന V8 സൗണ്ട് കാർഡിൻ്റെ ബാക്കപ്പ് സമയം അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. സംസാരിച്ചതെല്ലാം തന്നെ നമ്മൾ നിലവിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന V8 സൗണ്ട് കാർഡിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എന്നിരുന്നാലും ഞാൻ ഈ വീഡിയോയിൽ ഫിസിക്സിലെ ഈ ഫോർമുലയും അതുപോലെ തന്നെ ഈ ഫോർമുലയും അതുപോലെ തന്നെ ഈ ഫോർമുലയും അങ്ങനെ 3 ഫോർമുല നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അതിൻ്റെ ഫലമായി നിങ്ങൾ നിലവിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ബാറ്ററി ചാർജ് ചെയ്ത് പിന്നീട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഉപകരണത്തിൻ്റെ ബാക്കപ്പ് സമയവും അതുപോലെ തന്നെ ആ ഉപകരണത്തിൻ്റെ ബാറ്ററിയുടെ mAh നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഉപകരണത്തിൻ്റെ ബാറ്ററിയുടെ mAhനെ ആ ഉപകരണത്തിൻ്റെ ബാക്കപ്പ് സമയം കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആ ഉപകരണം അത് 1 മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ ചിലവാകുന്ന മില്ലി ആംപിയർ അത് നിങ്ങൾക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് വളരെ സിമ്പിളായി കണ്ടെത്താൻ സാധിക്കും. ഇതിൻ്റെ ഫലമായി നിങ്ങൾ നിലവിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആ ഉപകരണം 1 മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ ചിലവാകുന്ന മില്ലി ആംപിയറിനെ നിങ്ങൾക്ക്
ഈ ഫോർമുല ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഈ ഫോർമുല ഉപയോഗിച്ചോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബാക്കപ്പ് സമയം കൊണ്ട് ഗുണിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉപകരണത്തിൽ ഉപയോഗിക്കേണ്ട ബാറ്ററിയുടെ mAh അത് നിങ്ങൾക്ക് വളരെ സിമ്പിളായി കണ്ടെത്താൻ സാധിക്കും. ചുരുക്കത്തിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബാറ്ററി ചാർജ് ചെയ്ത് പിന്നീട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഏതൊരു ഉപകരണത്തിൻ്റെയും ബാക്കപ്പ് സമയം അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ 3 ഫോർമുലയും ഒരുപോലെ ഉപകാരപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് ഈ അവസരത്തിൽ ഒരു കാര്യം കൂടി പറയാം. കാരണം ഈ കാര്യം ഈ അവസരത്തിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നാളെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ കമൻറ്റ് ബോക്സിൽ ഞാൻ ചെയ്ത വീഡിയോ അത് തികച്ചും സയൻസ് വിരുദ്ധമാണ് എന്നും വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും തെറ്റാണ് എന്നും ഒരു അഭിപ്രായം പറയാനുള്ള ഒരു കാരണമായി അത് തീരുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് അല്പം വിശദീകരിക്കാം. നമ്മൾ ഇവിടെ ഈ ഫോർമുല ഉപയോഗിച്ച് അതുപോലെ തന്നെ ഈ ഫോർമുല ഉപയോഗിച്ച് 2000 mAh വരുന്ന ഒരു ബാറ്ററി ഈ V8 സൗണ്ട് കാർഡിൽ ഉപയോഗിച്ചാൽ 5 മണിക്കൂർ ബാക്കപ്പ് സമയം കിട്ടും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എന്നാൽ നമ്മൾ നിലവിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ V8 സൗണ്ട് കാർഡ് അല്ലെങ്കിൽ ഈ V8 സൗണ്ട് കാർഡിന് പകരം മറ്റേതെങ്കിലും ഒരു ഉപകരണം, ആ ഉപകരണം സത്യത്തിൽ ഒരു മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ 400 മില്ലി ആംപിയർ കറണ്ട് ആ ഉപകരണം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഈ 2 ഫോർമുലയും ഉപയോഗിച്ച് കണ്ടെത്തിയ 2000 mAh വരുന്ന ഒരു ബാറ്ററി ഈ V8 സൗണ്ട് കാർഡിലോ അല്ലെങ്കിൽ ഈ V8 സൗണ്ട് കാർഡിന് പകരം മറ്റേതെങ്കിലും ഒരു ഉപകരണത്തിലോ ഉപയോഗിച്ചാൽ നമുക്ക് ഈ ഫോർമുലയിൽ പറയുന്നത് പോലെ ഒരു കാരണവശാലും 5 മണിക്കൂർ ബാക്കപ്പ് സമയം കിട്ടില്ല എന്നതാണ് യഥാർത്ഥ വസ്തുത. അതിൻ്റെ കാരണം നമ്മളിവിടെ മനസ്സിലാക്കിയ ഈ 2 ഫോർമുലകൾ അത് തെറ്റായത് കൊണ്ടോ നമ്മൾ ചെയ്ത കാൽക്കുലേഷൻ തെറ്റായത് കൊണ്ടോ അല്ല, മറിച്ച് നമ്മൾ ഉപകരണത്തിൽ ഫിറ്റ് ചെയ്യുന്ന ബാറ്ററിയുടെ എഫിഷ്യൻസി കൂടി പരിഗണിക്കേണ്ട ഒരു ഘടകമാണ്. ഒരു ബാറ്ററിയുടെ എഫിഷ്യൻസി കുറയുമ്പോൾ ആ ബാറ്ററിയുടെ mAh കുറയുന്നുണ്ട്. ആ ബാറ്ററിയുടെ mAh കുറയുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഈ 2 ഫോർമുലകൾ വഴി തന്നെ നിങ്ങൾക്ക് ആ ഉപകരണത്തിൻ്റെ ബാക്കപ്പ് സമയം കുറയും എന്ന് വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ സാധിക്കും. അതിനാൽ തന്നെ നമ്മൾ നിലവിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ V8 സൗണ്ട് കാർഡിൽ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ 2 ഫോർമുലകൾ വഴി കണ്ടെത്തിയ 2000 mAh വരുന്ന ഒരു ബാറ്ററി അത് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ V8 സൗണ്ട് കാർഡിൽ ഫിറ്റ് ചെയ്താൽ നമുക്ക് ബാറ്ററിയുടെ എഫിഷ്യൻസി കൂടി പരിഗണിക്കുമ്പോൾ നമുക്ക് 5 മണിക്കൂർ ബാക്കപ്പ് സമയം കിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ നമ്മൾ നിലവിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ V8 സൗണ്ട് കാർഡ് അല്ലെങ്കിൽ ഈ V8 സൗണ്ട് കാർഡിന് പകരം മറ്റേതെങ്കിലും ഒരു ഉപകരണം, ആ ഉപകരണത്തിന് ബാറ്ററിയുടെ എഫിഷ്യൻസി കൂടി പരിഗണിച്ച് നമുക്ക് എത്ര mAh വരുന്ന ഒരു ബാറ്ററി ഉപയോഗിച്ചാലാണ് നമുക്ക് 5 മണിക്കൂർ ബാക്കപ്പ് സമയം കിട്ടുന്നത്, ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ പറഞ്ഞു തരാം. പക്ഷേ ഇന്നത്തെ വീഡിയോ നമുക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാൻ സമയം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാം. ഇന്നത്തെ വീഡിയോ താൽക്കാലികമായി ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.